അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാ ചൊവ്വാഴ്ചകളിലും 8:45 മുതൽ 9:30 വരെ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ലൈവ് കൗൺസിലിങ്ങിലേക്ക് നമ്മുടെ മനസ്സിനെ വിഷമത്തിലാക്കുന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ, പ്രയാസങ്ങൾ അത് തുറന്ന് എഴുതാനും പറയാനുമുള്ള അവസരമാണ്. നിങ്ങളുടെ വ്യക്തിവിവരങ്ങൾ അത് സ്വകാര്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതിനുള്ള മറുപടികൾ പീസ് റേഡിയോ CEO കൂടിയായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമാണ് ഈ സെഷനിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പ്രത്യേകമായി ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം കഴിഞ്ഞ ഞായറാഴ്ച കണ്ണൂർ സമാപിച്ച പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസിൽ പ്രൊഫഷണലുകൾ ചോദിച്ച ഏതാനും ചില ചോദ്യങ്ങളാണ് ഇന്ന് പ്രത്യേകമായി നമ്മൾ എടുക്കുന്നത്. മൂലി കഴിഞ്ഞ ആഴ്ചയിൽ 2 ഫാമിലി കോൺഫറൻസുകൾ, ഒരു പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസും അതുപോലെ അരീക്കോട് വെച്ച് നടന്ന മറ്റൊരു ഫാമിലി കോൺഫറൻസും. ഈ ഫാമിലി കോൺഫറൻസുകൾ രണ്ടിലും പങ്കെടുത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ ഈ ഫാമിലി കോൺഫറൻസുകളിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള നിലക്ക് ഫാമിലികളോട് പൊതുവായി പറയാനുള്ളൊരു കാര്യം എന്തായിരിക്കും? ഫാമിലിയോട് പൊതുവായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ, ശരിക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതമാണ് ശരിക്കുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ, ഒരു വിജയകരമായ ദാമ്പത്യ ജീവിതം ഇല്ലാത്ത ഏതൊരു വ്യക്തിനെ നമ്മൾ പരിശോധിച്ചാലും അയാൾക്ക് ജീവിതം അപൂർണമായിട്ടാണ് അനുഭവപ്പെടുക. ഞാൻ ഇണകൾ മരിച്ചുപോയ ആളുകളുടെ അനാഥത്വത്തെ ഒന്നും കാണാതെ അല്ല പറയണത്. കാരണം അവരാ ഭർത്താവില്ലാത്തതിൻ്റെ, ഭാര്യ ഇല്ലാത്തതിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത്. അവർക്കതിന് വലിയ പ്രതിഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ, നല്ല ജീവിത സാഹചര്യങ്ങളുണ്ട് അവർക്ക്. വരുമാനമുണ്ട്, ശമ്പളമുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അത്തരമൊരു അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് എന്ത് ചെയ്യില്ല, അതുകൊണ്ട് കിട്ടാവുന്ന ഒരു സന്തോഷം കുടുംബത്തിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ ഏത് തരത്തിലതാണെങ്കിലും അതിൽ പങ്കെടുക്കുന്ന ആളുകൾ അത് ശ്രദ്ധിച്ച് അവർ വരുമ്പോൾ അവർക്ക് എന്തുണ്ട്, അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫൈസിൽ തന്നെ നമ്മൾ ആ സെഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് അതിൽ പങ്കെടുത്തൊരു വ്യക്തി വന്നിട്ട് എന്നോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ പ്രൊഫൈസ് എന്നുള്ള ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഏറ്റവും പ്രതീക്ഷിക്കുന്നതും നമുക്ക് ഈ ഒരു പരിപാടി കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രയോജനവും എന്തായിരുന്നു, ഈ ഫാമിലി സെഷനാണ് എന്ന് അയാൾ പറഞ്ഞു. സത്യത്തിൽ ആളുകൾ എത്രയോ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന, എത്രയോ മേഖലകളിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ട്രെയിനിങ് ക്യാമ്പുകൾ, ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ് ആര്? ഈ പ്രൊഫഷണൽസ്. പക്ഷേ അവരുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് വൈവാഹിക കുടുംബജീവിതത്തിന് വെളിച്ചം കിട്ടുന്ന ഒരു ഗൈഡൻസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നാലും ഫാമിലി കോൺഫറൻസുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പ്രസക്തിയും ഇതിൻ്റെ പ്രാധാന്യവും സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും ഇറങ്ങിച്ചെന്ന് ഇത്തരത്തിലുള്ള അവയർനെസ് ആളുകൾക്ക് കൊടുക്കണം എന്ന വളരെ വലിയൊരു ബോധ്യമാണ് നമുക്ക് ഫാമിലി കോൺഫറൻസുകളിൽ നിന്നും ഈ സംഗമങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. നമ്മൾ നേരെ അവർ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഒരു സഹോദരൻ ചോദിച്ചൊരു ചോദ്യമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വൈഫിനോട് ഇൻറ്റിമേറ്റായി റിലേഷൻഷിപ്പ് ആവാനുള്ള ടിപ്സ് പറയാമോ എന്നാണ് ഒരു ചോദ്യം. അതന്നെ. അതിപ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത് നമ്മൾ പരസ്പരം ഉൾക്കൊണ്ടും തൃപ്തിപ്പെട്ടും ഇഷ്ടപ്പെട്ടും ആണ് എന്നുണ്ടെങ്കിൽ അതിന് ടിപ്സൊന്നും ആവശ്യമില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ഒരു നിഴൽ പോലെ ഭാര്യ നമ്മളോടൊപ്പം ഉണ്ടാവും, ഭാര്യയോടൊപ്പം നമ്മളുണ്ടാവും എല്ലാ സന്ദർഭത്തിലും. അതായത് ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അതിലിടപെടുന്നത് ഭാര്യയും ഭർത്താവുമാണ്. സ്വന്തം സ്വകാര്യതകൾ, നമ്മുടെ രോഗം, അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ ജീവിതാവശ്യങ്ങൾ, നമ്മുടെ മാനസിക പ്രതിസന്ധികൾ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേറെ ആരും ഇടപെടുന്നില്ല. നമ്മുടെ പാരൻസ് പോലും വിവാഹപ്രായമെത്തിയ ഒരുത്തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നേ ഇല്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ജീവൽ പ്രശ്നങ്ങളെ നമ്മൾ പങ്കുവെക്കുന്ന
അതിൽ പരസ്പരം അഭിപ്രായങ്ങളും സഹായങ്ങളും നൽകുന്ന ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നടക്കുന്ന ഒരു റിലേഷനാണ്. അപ്പോൾ ഇവിടെ സത്യം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരു മാനസിക അടുപ്പമില്ലാത്ത ആളുകൾ 2 കമ്പാർട്ട്മെൻറ്റായി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ടിപ്സൊക്കെ ചോദിക്കണത് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സുകൊണ്ടൊരു ഇഷ്ടം ശരിക്കും എന്ത് ചെയ്യുക ഉണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൽ നിർദ്ദേശിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. അതാണ് ഒന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 വ്യക്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും എന്താ ആവശ്യം ചോദിക്കുക, അതിന് മറുപടി പറയുക, അങ്ങനെയല്ലേ? അതൊരു സീരിയസ് ലൈഫാണ്. അതിലൊരിക്കലും നമ്മുടെ ഒരു സ്നേഹ കൈമാറ്റങ്ങളോ ഒരു പരിഗണനകളോ ഒന്നും നടക്കണില്ല. ഞാൻ സാധാരണ ഉദാഹരണം പറയും. എന്താണ്, നമ്മളൊരു 1000 രൂപക്ക് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ഒരു കീസയിലാക്കി കൊണ്ടുവന്ന് കൊടുത്താൽ വൈഫ് അത് വാങ്ങി വെക്കും, ചിലപ്പോൾ നോക്കും കൂടിയില്ല. എന്നാൽ ഈ പൊതി നിനക്കാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കേക്കോ ബിസ്ക്കറ്റോ മിഠായിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വാങ്ങിക്കൊണ്ടുപോയി കൊടുത്താൽ അതൊരു പക്ഷേ 10 രൂപേൻ്റെ സാധനം ഉണ്ടാവുള്ളൂ. മനസ്സിലായി? അത് അവിടെ ഓർമ്മയിലുണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ മുന്നിലുള്ള ഭക്ഷണം ആർക്കും കൊടുത്ത് കഴിക്കാൻ പറ്റും. പക്ഷേ നല്ല മത്സ്യമാണ്, നിങ്ങൾ ഒരു കഷ്ണോട് എടുക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് നിർബന്ധിക്കുമ്പോൾ അവിടെ ഒരു ഇഷ്ടമുണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാപ്പോൾ നമ്മൾ നിർബന്ധിക്കണം? നമ്മുടെ മുന്നിലില്ലേ, കഴിച്ചൂടെ? ഇതാണ് ആവശ്യമില്ലാത്തത്. ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പരസ്പരം ചെയ്യാൻ സമയം കണ്ടെത്തുമ്പോഴാണ് എന്ത് ചെയ്യണത്. അതേമാതിരി ഞാൻ അവിടെ നിന്ന് ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ അടുക്കളയിൽ വൈഫ് അവിടെ ജോലി ചെയ്യുകയാണ്. നമ്മൾ അടുക്കളയിൽ ഒരു ആവശ്യക്കാരനല്ല, പക്ഷെ നമ്മൾ അവിടെ ചെല്ലുന്നു. അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അവിടെ ചെല്ലുന്നു, ഒന്നും സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ആ ജോലി കണ്ട് വർത്തമാനം പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ബന്ധം എന്ത് ചെയ്യുന്നത്, ഊഷ്മളമാകുന്നത്. പിന്നെ നമ്മളെപ്പോഴും മനുഷ്യന്മാരാണ്, നമ്മളെപ്പോഴും അവരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ ഡ്രസ്സിനെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്, അവരുണ്ടാക്കിയ ഫുഡിനെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച്, അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, തിരിച്ചും വേണം. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതൊന്നും നമ്മൾ വെറുതെ പറയല്ല. അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ആ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, തുറന്ന് പറയണം. ഞാൻ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ഭാഷ ഉണ്ട്. കാരണം അവർക്ക് കുറേ സ്വകാര്യതകളുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാണ്, എപ്പോഴും സ്വകാര്യമായിരിക്കുമ്പോൾ മാത്രം സംവദിച്ചാൽ പോരല്ലോ. നമുക്ക് ഉമ്മൻ്റെ മുന്നിൽ നമുക്ക് സംസാരിക്കണം, മക്കളെ മുന്നിൽ നമുക്ക് സംസാരിക്കണം. മനസ്സിലേ? നമുക്ക് പരസ്യമായി നമ്മൾ പോണ സമയത്ത് ബസ്സിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് വൈഫിനോട് സംസാരിക്കണം. അതിന് നമുക്ക് ചെറിയ ലാംഗ്വേജ് ഉണ്ട്, ചില കോഡ് ഭാഷകളുണ്ട്. മനസ്സിലേ? ആ ഭാഷകൾ, അങ്ങനെ ഒരു ഭാഷ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും രൂപപ്പെട്ടു വന്നിട്ടില്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമില്ല എന്ന് പറയേണ്ടി വരും. എല്ലാറ്റിനുമുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ അവർക്ക് മാത്രമായൊരു ഭാഷ, കമ്മ്യൂണിക്കേഷൻ. ആ ഭാഷയിൽ എന്തുണ്ട്, സെക്സുണ്ട്, തമാശയുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ അവർ പുകഴ്ത്തലുണ്ട്, പലതുമുണ്ട്. ആ കാര്യത്തിൽ അവർ തമ്മിലുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അതിന് പ്രത്യേകമായൊരു വൊക്കാബുലറി ഉണ്ട്, അതിന് പ്രത്യേകമായൊരു ലാംഗ്വേജ് ഉണ്ട്. അതില്ലാതിരിക്കുമ്പോൾ അവർ തമ്മിലൊരു സ്നേഹവും ഉണ്ടാകപ്പെടുന്നില്ല എന്നുള്ള തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പെരുമാറി, അതിലൊരു കലയുണ്ട്. ആ കല നമ്മൾ മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ 2 പേർക്കും ജീവിതം വെറുതെയാണെന്ന് തോന്നും. ഇനി ഇത്തരം മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ തേടുന്ന അവിഹിതങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളും വർദ്ധിക്കും. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ശരിക്കും അനിവാര്യതകളാണ്, അനിവാര്യമായ കാര്യങ്ങൾ. 10 കൊല്ലമായി മക്കളില്ല, ബാക്കിയെല്ലാം അൽഹംദുലില്ലാ. വൈഫിന് ഇടക്ക് സങ്കടമാണ്. ഞാൻ ദീനിയായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ഈ മക്കളില്ലാതിരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ലൊരു പരീക്ഷണം തന്നെയാണ്. അങ്ങനെ ചില ആളുകൾക്ക് ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ മനുഷ്യന് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് പറയാൻ നമ്മൾ ആളല്ല. എന്തായാലും മക്കളില്ലാത്തവരുടെ കുടുംബജീവിതത്തിൽ അതിൻ്റെ ഒരു അപൂർണത ഉണ്ടാവും. പക്ഷെ മക്കളില്ലാത്ത ദമ്പതികൾ പൊതുവേ സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ഭാര്യയാണ് ഇതിനെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവേ എന്തു ചെയ്യും, ഭർത്താവ് വേറെ ഒരു വിവാഹത്തിലേക്ക് പോകുമോ എന്നൊരു ഭയം പൊതുവേ സ്ത്രീകളിൽ ഉണ്ടായിരിക്കും. എന്നെ ഉപേക്ഷിക്കുമോ, എന്നെ ഒഴിവാക്കുമോ. അതേപോലെ തന്നെ ഒരു സ്ത്രീ
നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് പ്രസവവും മക്കളെ വളർത്തലും. അപ്പോൾ അതിന് കഴിയാതെ വരുമ്പോൾ ഞാനൊരു കഴിയാത്തവളാണോ, ഒരു ഭാര്യയാകാൻ പോരാത്തവളാണോ എന്നൊക്കെയുള്ള അപകർഷതകൾ അവരിലുണ്ടാവും. സ്വാഭാവികമായും അത് അവരെ എന്ത് ചെയ്യും, എപ്പോഴും ഈ ആശങ്കകൾ പ്രകടിപ്പിക്കാൻ ഭർത്താവ് ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും മക്കളില്ലാത്തതിനെ പറ്റി പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷേ സഹോദരിമാരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്കൊരു കുട്ടി ഇല്ലല്ലോ, ഇനി നമുക്ക് എപ്പോഴൊരു കുട്ടി ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന മറുപടികൾ യഥാർത്ഥത്തിൽ അവർക്ക് സമാശ്വാസം ലഭിക്കുന്നതല്ല. ആ മറുപടികളാണ് ഈ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മളെ സമയത്ത് ക്ഷമയെക്കുറിച്ച് പറയും, അദ്ദേഹത്തെ പ്രതിഫലത്തെക്കുറിച്ച് പറയും, ചിലപ്പോൾ മറ്റ് കുട്ടികളില്ലാത്തവർ ചൂണ്ടിക്കാണിക്കും, അതൊക്കെ നമ്മൾ പറയും. പക്ഷേ അവിടെയൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, അതൊക്കെ നമ്മൾ പറയുമ്പോൾ ആ സമയത്ത് ഇത് ഒരു വേദന പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം, എൻ്റെ വിഷമം അയാൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് പേര്. ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ആ സമയത്തുള്ള പ്രശ്നമാണ്. അതായത് ഒരാൾ സങ്കടപ്പെട്ട് പറയുന്നത്, നമ്മളോടൊരു കാര്യം പറയുന്നത് ഒരിക്കലും അതിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടിയോ സൊല്യൂഷന് വേണ്ടിയിട്ടല്ല. അതിന് നമ്മൾ ഷെയറിംഗ് എന്ന് പറയും. ഈ ഷെയറിംഗ് എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒരു സൊല്യൂഷന് വേണ്ടിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഷെയറിംഗ് ഉണ്ട്. അത് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ വാപ്പ മക്കളോട് പറയണത്, മക്കൾ വാപ്പയോടും ഉമ്മയോടും പറയണത്, ഭാര്യ ഭർത്താവിനോട് പറയണതൊക്കെ എന്താ വെച്ചാൽ അവിടെ വിഷമങ്ങളെ പങ്കുവെക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അത് കേൾക്കുക വേണ്ടത്. ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അവർക്ക് അത് നമ്മളിലേക്ക് ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അതിനെ നമ്മൾ നിരാകരിക്കുന്നു എന്ന് വന്നാൽ അവിടെ ഷെയറിങ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എനിക്കൊരു സാധനം തരുമ്പോൾ ഞാനത് വാങ്ങണ്ടേ? മനസ്സിലായി? നിങ്ങൾ എനിക്കൊരു സാധനം തരുമ്പോൾ ഞാനത് വാങ്ങണം. വാങ്ങുമ്പോൾ മാത്രമാണ് അവിടെ ഷെയറിങ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന സങ്കടങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്ന ഫീലിംഗ് ഇല്ലാത്തിടത്തോളം കാലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾ വന്നിട്ട് ഭർത്താവിനോട് പറയും, ഉമ്മ എങ്ങനെയാണ് അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണം, ഉമ്മ എന്താ ചെയ്യണം, ഞാൻ ക്ഷമിക്ക്, നമ്മൾ പിന്നീട് മാറിപ്പോവും, നമുക്ക് ജോലി ഇട്ട് അങ്ങോട്ട് പോവാം എന്നൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഈ വിഷമത്തെ ഭർത്താവ് ഉൾക്കൊള്ളുന്നില്ല. നേരെ വെച്ചാൽ നീ കേട്ടിരുന്നാൽ മതി. അപ്പോൾ ഇത്തരം വിഷമങ്ങൾ നിരന്തരമായി സഹോദരിമാർ പറയുമ്പോൾ കുട്ടികളില്ലാത്ത ആൾക്കാരെന്ത് ചെയ്യണം, അത് കേൾക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവരെ ആശ്വസിപ്പിക്കാനുള്ള വർത്തമാനങ്ങളൊക്കെ എന്ത് ചെയ്യണം, വളരെ നന്നായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, എന്താണ് പിന്നെ പ്രാർത്ഥിച്ച പടച്ച ഉത്തരം തരുമല്ലോ, എന്തായാലും തരും. അതിപ്പോൾ അള്ളാഹു തരിക എന്ന് പറഞ്ഞാൽ നമ്മളാരും തരുന്ന മാതിരിയല്ലല്ലോ. പടച്ചോൻ എന്ത് വേണ്ട കാരണങ്ങൾ പോലും ആവശ്യമില്ല, അപ്പോൾ തരും. ചിലപ്പോഴൊക്കെ കുട്ടികളുണ്ടാകാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഫുള്ള് പിന്നെ പ്രസവിക്കണമൊക്കെ ട്വിൻസ് ആയിരിക്കും. നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയൊക്കെ നമുക്കറിയാം, ഈ സമയത്തെ കുട്ടി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്യും, ഉണ്ടാവും. ഇനി ഏത് തരത്തിലുള്ള ഡയഗ്നോസ് ഡോക്ടർമാർ പറഞ്ഞാലും നമ്മൾ പ്രതീക്ഷ കൈവിടേണ്ട ഒരാവശ്യവും ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ശാരീരിക അവസ്ഥയാണെങ്കിൽ അത് മാറി വരാലോ, എവിടെയും എന്തും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് പറയാം. പിന്നെ ഖുർആനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ ആശയത്തെക്കുറിച്ച് നമുക്ക് പറയാം. പിന്നെ കുറേ പോസിറ്റീവുകളുണ്ട് ഈ കാര്യത്തിൽ. അതായത് മക്കൾ ഉള്ളവർ മുഴുവനും ഇവർ മക്കളെക്കുറിച്ച് കാണുന്ന സ്വപ്നം പോലെ തന്നെ അവർക്ക് മക്കളെ ഉപകാരപ്പെട്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മക്കൾ ഉണ്ടായതുകൊണ്ട് മാത്രം ജീവിതത്തിൽ വേദന അനുഭവിക്കേണ്ടി വന്ന ആളുകളെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും ഡോക്ടർമാരായിട്ട് ഡോക്ടർ ദമ്പതികൾ, അവർ റിട്ടയർമെൻറ്റിന് ശേഷം എന്ത് ചെയ്തു, അവർ രണ്ടുപേരും മകളുടെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. മകളുടെ വീട്ടിൽ വെച്ചത്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല, മകളെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, കാരണം പ്രായമായിട്ടുണ്ട്. പക്ഷേ മകൾക്ക് അവരെ സംരക്ഷിക്കുന്നതിന് ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് തോന്നുകയാണ് എന്ത്, നമ്മളെന്തിനാണ് വേറുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ജീവിക്കുന്നത് എന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ മക്കൾ ഉണ്ടായാൽ വാർദ്ധക്യത്തിൽ നമ്മൾ ഒറ്റപ്പെടില്ലല്ലോ എന്നല്ലേ എല്ലാവരും വിചാരിക്കുക. ഒരുപക്ഷെ ഞാൻ ചോദിക്കുക, മക്കളില്ലാതെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതശൈലി അവർ മരണം വരെ തുടരുമായിരുന്നു. മക്കളിൽ അവർ പ്രതീക്ഷ അർപ്പിച്ചു, പക്ഷേ മക്കളിൽ നിന്ന് അത് വേണ്ട രൂപത്തിൽ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ മക്കളൊരു ഭാരമാവുകയാണോ, മക്കൾക്ക് ഞങ്ങളൊരു ഭാരമാവുകയാണെന്ന് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, പിൻവാങ്ങും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്വപ്നങ്ങളൊന്നും ശരിയായിക്കൊള്ളുന്നില്ല. ഒരു പക്ഷേ നമ്മൾ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞ് നമ്മൾ കിട്ടുന്ന സമയങ്ങളൊക്കെ ആരാധനകൾ ചെയ്ത് നമ്മൾ വളരെ സന്തോഷത്തിൽ ജീവിച്ചാൽ ഒരുപക്ഷെ പരലോകത്ത് നമുക്ക് എന്തായിരിക്കും, ഏറ്റവും സമാധാനകരമായ ജീവിതത്തിൽ സാധ്യമായേക്കും. അപ്പോൾ നമുക്ക് അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളെല്ലാം പ്രതിഫലങ്ങളാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴാണ് പറയേണ്ടത്,
അതൊക്കെ നമ്മൾ സ്മൂത്തായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ പോകും. എത്രയോ ആളുകൾ അങ്ങനെ ജീവിച്ചു പോയില്ലേ. അവർക്കും അത് ആശ്വാസകരമായ പര്യവസാനം ഉണ്ടാവട്ടെ എന്ന് നല്ല സന്താനങ്ങൾ അള്ളാഹു നൽകട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം. എൻ്റെ ഭാര്യ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഇത് ഒക്കെ മംഗ്ലീഷിലാണ് എഴുത്തുള്ളത്, അതുകൊണ്ട് വായനയ്ക്ക് ചെറിയൊരു പ്രയാസമുണ്ട്, നിങ്ങൾക്ക് സ്നേഹം എന്നെക്കാളും ഉമ്മ ഉപ്പനോടാണ് എന്ന്. ഞാൻ പറയൽ 2 സ്നേഹവും വേറെ വേറെയാണ് എന്നാണ് ഞാൻ പറയാറുള്ളത്. ഇതൊരു പ്രധാന പ്രശ്നമാണ് സംഭവം. നമ്മൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കറക്റ്റാണ്. ഉപ്പനെയും ഉമ്മനെയും സ്നേഹിക്കണ പോലെയല്ല ഭാര്യനെ സ്നേഹിക്കണം. രണ്ടും 2 സ്നേഹമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാപ്പനെയും ഉമ്മനെയും നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പരിഗണിക്കണം. പക്ഷെ ഞാനെപ്പോഴും പറയും, വാപ്പക്കും ഉമ്മക്കും പല മക്കളുണ്ടാകാം, അതേപോലെ തന്നെ അവർക്ക് വേറെ പലതും ഉണ്ടാവാം. പക്ഷെ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ അവിടെ വാപ്പക്കും ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മക്ക് വാപ്പ മാത്രമേ ഉള്ളൂ. അതെ, അതേപോലെ നമുക്ക് നമ്മുടെ ഭാര്യ മാത്രമേ ഉള്ളൂ, ഭാര്യയ്ക്ക് ഭർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന് കിട്ടേണ്ട കാര്യം വേറെ ഒരാളെടുത്തൊന്നും കിട്ടൂല. വാപ്പണ്ടായിട്ട് കാര്യമില്ല, ആങ്ങളുണ്ടായിട്ട് കാര്യമില്ല, സുഹൃത്തുക്കളുണ്ടായിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ തിരിച്ചു അങ്ങനെ തന്നെയാണ്, ഒരു ഭാര്യ തരേണ്ടത് ഭാര്യയ്ക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സഹോദരിക്ക് ഭർത്താവിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ പറയുന്നത്. പക്ഷേ അവർ കാണുന്നു എന്ത്, വാപ്പൻ്റെയും ഉമ്മൻ്റെയും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കുന്നത് കാണുകയും ചെയ്യുന്നു. വാപ്പ ഉമ്മ എന്ന നിലക്കുള്ള അവരുടെ അവകാശങ്ങളും ബാധ്യതകളും നിർവഹിച്ചു കൊടുക്കാൻ കാണിക്കുന്ന കണിശതയും കൃത്യതയും ഭാര്യ എന്ന നിലക്ക് അവൾക്ക് അദ്ദേഹത്തിന് മാത്രം കിട്ടേണ്ട കാര്യങ്ങൾക്ക് അയാൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതിൻ്റെ ഒരു പ്രായോഗികത പറയണം. ഭർത്താവ് വരും, ഭർത്താവ് വന്നാൽ എന്ത് ചെയ്യും, ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് നേരെ ഉമ്മേൻ്റെ റൂമിൽ പോകും. എന്നിട്ട് ഏകദേശം ഒരു 10-11:30 മണിയൊക്കെ ആകുമ്പോൾ ഉമ്മ എന്നാൽ പോയി കടന്നു പറയുമ്പോൾ വരും. അതുവരെ ഈ പെൺകുട്ടിയോടെ ഒറ്റക്കെട്ട്. ഉമ്മൻ്റെ റൂമിൽ ഉപ്പുണ്ട്, അവർ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സമയമാണത്. മനസ്സിലായി? ആ സമയം എന്ത് ചെയ്യാണ്, ഇദ്ദേഹം യഥാർത്ഥത്തിൽ അനാവശ്യമായി എൻഗേജ് ചെയ്യാണ്. പോയൊരു വർത്തമാനം പറഞ്ഞ് പോരി നമ്മൾ തരാറില്ല. പക്ഷേ ഈ രാത്രി ഉറങ്ങുന്നത് വരെ സംസാരിക്കാനുള്ള ആ ഒരു അവകാശം അതാർക്കുണ്ട്, ഭാര്യക്കുണ്ട്. ഒരു പകൽ മുഴുവനും ജോലി ചെയ്ത് കാത്തിരിക്കുകയാണ് ഇയാളെ. മനസ്സിലായി? അപ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ, രാവിലെ ഉണർന്ന നേരെ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, വാപ്പക്കും ഉമ്മക്കും അസുഖം വന്നാൽ കൊണ്ടുപോകാനും അവരെ പരിചരിക്കാനും അവരെ കൂടെ നിൽക്കാനും കാണിക്കുന്ന താല്പര്യം എന്നോട് കാണിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു താരതമ്യം വരുന്നത്. ആ താരതമ്യത്തിന് നമ്മൾ തൽക്കാലം ഒരു സൈക്കോളജി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് അവർക്ക് എന്ത് ചെയ്യണം, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കതിൻ്റെ ഒരു പരിഗണന അയാൾ തരുന്നുണ്ട്, അതിന് സമയം കാണുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരമാവൂ. അവിടെ നിങ്ങൾ തന്നെയാണ്, ചോദ്യം ചോദിച്ച സഹോദരൻ തന്നെയാണ് അതിൻ്റെ പരിഹാരത്തിന് മുൻകൈയ്യെടുക്കേണ്ടതെന്നാണ്. എന്ത് ചെയ്തു കൊടുത്തിട്ടും ഹസ്ബൻഡ് ഇമ്പോർട്ടൻസ് തരുന്നില്ല, അങ്ങനെ ഉള്ളതിന് സൊല്യൂഷൻ എന്താണ്? ഒരു ഭാര്യയുടെ ചോദ്യമാണ്. അതാണ് തന്നെ. ഇപ്പോൾ പൊതുവെ പുരുഷന്മാരുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ എപ്പോഴും പറയും, അവരുടെ കാര്യങ്ങൾ അവർക്ക് നടന്നു പോകും. ഏത് ഫാമിലിയും അങ്ങനെയാണ്. ആണുങ്ങളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നടന്നു. ആണുങ്ങൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത്, അവർ ജീവിതത്തിൻ്റെ പകുതി സമയം പുറത്താണ്. ആ സമയത്ത് ഓരോ ജോലി കാര്യങ്ങൾ നടക്കും. അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണം, ഫുഡ് വേണം, അത് കൊടുക്കും. അവർക്ക് അവിടെ വൈകാരികമായ ആവശ്യങ്ങൾ വേണം, അത് ഏത് ഭാര്യയും എന്ത് ചെയ്യും, ലഭിക്കും. അവർക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ, എത്ര ശ്രമിച്ചാലും അവർ പോകുന്ന ആ ഒരു റുട്ടീൻ കാര്യങ്ങളിൽ നിന്ന് മാറാൻ പല പുരുഷന്മാരും എന്തല്ല തയ്യാറല്ല എന്നുള്ളത്. പക്ഷേ ഈ സഹോദരിമാരെന്ത് ചെയ്യും, പരമാവധി ഇവരുടെ സ്നേഹം കിട്ടാനും പരിഗണന കിട്ടാനും വേണ്ടി പരമാവധി പരിശ്രമിക്കും. പക്ഷെ പലപ്പോഴും അത് കിട്ടാതെ പോകും. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകളുടെ കാര്യങ്ങൾ അയാൾ കൊടുത്താൽ മാത്രമേ നിർവഹിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭർത്താവ്
അവഗണിക്കുമ്പോൾ അവർക്ക് ജീവിതം ഇല്ലാതാവും. പക്ഷേ ഈ പുരുഷന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഈ ചോദിച്ച സഹോദരി അവർ തീർത്തും ഭർത്താവ് എന്ന നിലക്ക് തനിക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. ഒരു ഭർത്തൃമതിയായ ഒരു സ്ത്രീയെപ്പോലെയുള്ള ഒരു അനുഭവത്തിലല്ല അവൾ പോകുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ എന്താ വിചാരിക്കുന്നുണ്ടാവുക? ഇങ്ങനെയൊക്കെ പോയാലും ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് വിചാരിക്കുക. പക്ഷെ തെറ്റാണത്, അത് തീർത്തും തെറ്റാണ്. ഞാൻ പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പരിമിതമായൊരു ടൈമിലൊക്കെ അങ്ങനെ നിന്നു എന്ന് വരാം. പക്ഷെ അവൾ തീരുമാനിക്കും എനിക്കിത് കഴിയൂല എന്ന്. അത്തരമൊരു സന്ദർഭത്തിലേക്ക് മനസ്സെത്തി മടുപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മളോളെ തിരിച്ചു പിടിക്കുക എന്ന് വിചാരിച്ച് നടക്കില്ല. എത്രയോ പുരുഷന്മാരെന്താണ് ഇതുപോലെ സ്ത്രീകളെ അവഗണിച്ചിട്ട് അവസാനം അവൾ എന്ത് ചെയ്യാണ്, എൻ്റെ ലക്ഷ്യം ഒരിക്കലും നടക്കുന്നില്ല, ഞാനിവിടെ ജീവിച്ചിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലാവുമ്പോൾ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോകാൻ വേണ്ടി തയ്യാറാവുമ്പോഴാണ് ഇവൻ മനസ്സിലാവുക ഇതെനിക്ക് ഭയങ്കര ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ്. പക്ഷെ അപ്പോൾ പലപ്പോഴും അവിടെ അവസരം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഒരു സഹോദരി ഒരു പ്രതീകമാണെന്ന് വിചാരിക്കുക. ധാരാളം സഹോദരിമാർ ഇത് പറയുന്നുണ്ട്. അവിടെ നമുക്ക് കേൾക്കുന്ന പുരുഷന്മാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെ കൂടെ ജീവിതം ആഗ്രഹിച്ചു വന്നൊരു സ്ത്രീയെ നിങ്ങൾ ഒരിക്കലും എന്താകരുത്, അവഗണിക്കരുത്. അവൾക്ക് നൽകാവുന്നത് മാക്സിമം നൽകി കൂടെ നിർത്തുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കടമയാണ്. അത് നിർവഹിച്ചിരിക്കണം എന്നാണ് നമുക്ക് പറയാം. മറ്റൊരു ചോദ്യമുള്ളത്, അസ്സലാമു അലൈക്കും, എൻ്റെ വീട്ടിൽ കൂട്ടുകുടുംബമാണ്. എനിക്ക് മദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ ആയിട്ട് കോൾഡ് വാർ ഉണ്ടാകാറുണ്ട്. അത് പരിഹരിക്കാൻ പോയാൽ പ്രശ്നങ്ങൾ അധികരിക്കുന്നു. അതിനാൽ ഹസ്ബൻഡിൻ്റെ അടുത്തും എല്ലാം ഷെയർ ചെയ്യുന്നത്, ഹസ്ബൻഡിൻ്റെ അടുത്താണ് എല്ലാം ഷെയർ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ കുടുംബജീവിതത്തിനെ നന്നായി ബാധിക്കുന്നു. എൻ്റെ ഫ്രസ്ട്രേഷൻ ഞാൻ തീർക്കാറ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താണ്. എനിക്ക് ഇത്ര പ്രോബ്ലം ഉണ്ടോയെന്ന് എൻ്റെ ഹസ്ബൻഡിന് അറിയില്ല. അതെ അതെ, ഈ ഞാൻ പറയണതന്നെ നമ്മുടെ പ്രൊഫസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കൂട്ടുകുടുംബത്തിലേക്ക് വരുമ്പോൾ അവിടെ വീട് ഫില്ലാണ്, മനസ്സിലായി, അവിടെ എല്ലാ ആളുകളും അവിടെ നിറഞ്ഞു കിടക്കുകയാണ്. അവിടേക്ക് പുറത്തുനിന്ന് ഒരാൾ വരികയാണ്, അതാണ് ഒരു പുതിയ മരുമകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൾക്കൊരു ഇടമില്ല, അവിടെ ഒരു സ്പേസ് ഇല്ല. അതാണ് ഇന്ന് മരുമക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അവിടെ എല്ലാ ആളുകളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാം അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ഇവർക്കുള്ളൊരു റോൾ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും അധികം അംഗങ്ങളുള്ള വീട്ടിലെ ഭാരമേറിയ ജോലികളിൽ സഹായിക്കാൻ ഒരാൾ വന്നു എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് എന്ത് ചെയ്യണത്, കാണുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളും വിമർശനങ്ങളും എല്ലാം ഇവരുടെ തൊഴിലിനെ കുറിച്ചാണ്. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അത് അന്നങ്ങനെ തീർന്നില്ല, പിന്നെ ഇവിടെ പണിയൊക്കെ ഉണ്ടാകുമ്പോൾ അവൾ വീട്ടിൽ പോയി 2 ആഴ്ചക്ക്. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ചർച്ച. അപ്പോൾ ഇവിടെ ഒരിക്കലും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ സ്ത്രീയുടെ ആ മാനുഷികതയെ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നൊരവസ്ഥ ഈ ബഹളങ്ങളിലും തിരക്കുകളിലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടി. പക്ഷെ അവർക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനമില്ല. പിന്നെന്താ വെച്ചാൽ ഇവിടെ അവർ വന്നു നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ ചെറുപ്പക്കാരന് വേണ്ടിയാണ്. അവൻ വിവാഹം കഴിച്ചതുകൊണ്ടാണ്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവൻ ഇതുവരെ താമസിച്ചിരുന്ന വീടല്ലേ, അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. അവിടെ എന്താ ഉമ്മക്ക് എന്താ കുഴപ്പം, പാപ്പക്ക് എന്താ കുഴപ്പം? കാരണം അവനെന്താണ് 25 കൊല്ലമായി ജീവിക്കുന്ന വീട്ടിൽ അവനെന്ത് പ്രശ്നമുണ്ടാവാനാ? പക്ഷേ പുറത്തുനിന്ന് വന്ന ഒരു താമസക്കാരിയായ ഈ പെൺകുട്ടി അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ പറയും, എൻ്റെ അമ്മൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, ഞങ്ങളവിടെ ജീവിച്ചു പോകണില്ലേ, വാപ്പൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ, ഞങ്ങളോട് ജീവിച്ചു പോകണില്ലേ, ഇപ്പോൾ ജ്യേഷ്ഠന്മാരെ ഭാര്യമാരൊക്കെ അവിടെ ജീവിച്ചു പോകണില്ലേ. ഇതാണ് അവർ പൊതുവെ പറയുക. പക്ഷേ ഇതൊരു പരിഹാരമല്ലല്ലോ. അപ്പോൾ നമ്മൾ വേണ്ടത്, ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങളിലെല്ലാം പരിചിതനായ ഈ ഭർത്താവ് എന്ത് ചെയ്യണം, ആ വീടുമായി ഇണങ്ങാനും ആ വീട്ടിൽ അവർക്കൊരു സ്പേസ് ഉണ്ടാവാനും ആ വീടുമായി ഇഴുകിച്ചേർന്ന് പോവാനുമുള്ള ഒരു പരിചയമുണ്ടാക്കി അവൾക്കൊരു ട്രെയിനിങ് കൊടുത്ത് അവളെ ചേർത്ത് പിടിച്ച് അവിടുത്തെ ഒരു മെമ്പറാക്കി എന്ത് ചെയ്യണം, പരിവർത്തിപ്പിക്കേണ്ട കാര്യം ആർക്കാണ്? ഭർത്താവ് ശ്രദ്ധിക്കണം. പക്ഷെ ഒന്നാമത്തെ തന്നെ അയാൾ എന്താ പറയാ അറിയോ, ഞാനെന്താ ചെയ്യണേ,
ഉമ്മ പറയുന്നത് ഞാനെന്താ ചെയ്യണം, ഇവിടെ ഇപ്പം എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക എന്നാ പറയാം. അതായത് നീ ഇങ്ങനെ തന്നെ ഇവിടെ മുന്നോട്ട് പോയിക്കൊള്ളണം എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പോകാൻ കഴിയും. പക്ഷെ അവിടെ നിന്ന് പോകാനുള്ള ഒരു മാനസിക സപ്പോർട്ടും ചില പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങളും അവിടുത്തെ ഓരോരുത്തരുടെ സ്വഭാവങ്ങളെ എങ്ങനെ നമ്മൾ പരിഗണിച്ച് പോകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു സമാധാനവും, അതേപോലെ തന്നെ ഇവിടെ കുറച്ച് നിൽക്കുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വീട്ടിൽ പോകാനുള്ള ഒരു സൗകര്യവും ഒക്കെ ചെയ്ത് കൊടുത്ത് ഭാവിയിൽ എന്താണ് സ്വതന്ത്രമായി ജീവിക്കാവുന്നൊരു ഒരു സ്വപ്നം ഒക്കെ അവർക്ക് നൽകി കൂടെ നിന്ന് കൊടുത്താൽ ഇവരൊക്കെ നിന്ന് പോകും. പക്ഷേ ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള മുഴുവൻ പ്രശ്നങ്ങളും അവർ തന്നെ സ്വന്തം പരിഹരിച്ച് സഹിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ കൊണ്ടാണ് ഈ ചോദ്യം എന്ത് ചെയ്യണത് നമ്മളോട് ചോദിക്കാനുള്ള കാരണം. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ അവസ്ഥ പരിഗണിച്ചിട്ട് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരാണ്? അവളുടെ ഭർത്താവ്. മറ്റൊരു ചോദ്യമുള്ളത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നതിന് എന്താണ് പരിഹാരം? അത് കാരണം ഒരുമിച്ചു കഴിക്കാൻ പറ്റുന്നില്ല. അതുപോലെ യാത്രകൾ ഒരുമിച്ച് ചെയ്യാൻ ഹസ്ബൻഡ് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു വരുമ്പോൾ പ്രശ്നമാണ്. ഇതിനൊക്കെ എന്താണ് പരിഹാരം? സംസാരിച്ചാലും ഞാനും എൻ്റെ വീട്ടുകാരും എന്ന് പറയാറുണ്ട്. ഇതിലൊരു അകലം കാണാറുണ്ട്. അപ്പോൾ ഭാര്യ ആരാണ്? ഇതിപ്പോൾ ഇതിൻ്റെയൊക്കെ പരിഹാരം ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇവൾ രാവിലെ സുബഹിസ്കരിച്ച് ഖുർആനെടുത്ത് ഓതിയിട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഫോൺ കൊടുത്ത് ഇരിക്കുക, വൈകുന്നേരം വരെയാണ് ഇരിക്കുക. മനസ്സിലായില്ലേ? അതന്നെയാണ് അടിസ്ഥാനപരമായ പരിഹാരം. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? രാവിലെ ഭർത്താവ് എഴുന്നേറ്റിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേണം, പിന്നെ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണം ഉണ്ടോ നാസ്ത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ഫോണിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ ഈ ഫോൺ എന്നുള്ള ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്ര നടത്തുന്ന സമയത്ത് ഒരേ പ്രായത്തിലുള്ള 6 ചെറുപ്പക്കാർ അവരെന്ത് ചെയ്യാണ്, ഒന്നിച്ചൊരു യാത്ര പോവുകയാണ്. മനസ്സിലായി? എന്നാൽ ഞാൻ കയറി ഇറങ്ങണത് വരെ ഇവർ ഈ സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ, എന്തെങ്കിലും ഒരു തമാശ പറയേ, ഒന്ന് ട്രെയിനിൻ്റെ പുറത്തേക്ക് നോക്കേ, അതിൻ്റെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കേ, ഒന്നും ചെയ്യുന്നില്ല. 6 ആളും 6 ഫോണിൽ എന്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ നമ്മളൊരു സുഹൃത്തുക്കളോട് ഒന്നിച്ചൊരു യാത്ര പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാനുണ്ട്, എന്തൊക്കെ എൻജോയ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, യാത്രയിലാണെങ്കിലും മെൻ്റലി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫോൺ നോക്കാൻ ട്രെയിനിൽ കയറണോ? ഫോൺ നോക്കാൻ വീട്ടിലിരുന്നാൽ പോരെ, നീ ഓവായത്തും വരുന്നാൽ പോരെ, ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണ്, നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ നമ്മൾ ഭാര്യയോടൊപ്പമില്ല, നമ്മൾ മക്കളോടൊപ്പമില്ല, നമ്മൾ ഭക്ഷണത്തോടൊപ്പമില്ല, നമ്മൾ ഉറക്കത്തോടൊപ്പമില്ല, നമ്മൾ നമസ്കാരത്തോടൊപ്പമില്ല. നമ്മളെപ്പോഴും ആരോടൊപ്പമാണ്? ഫോണിനോടൊപ്പമുള്ളവരെപ്പോഴും ഫോണിനോടൊപ്പം മാത്രമാണ്. മനസ്സിലായി? അവരോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നിരാശപ്പെട്ടു പോകും. അപ്പോൾ നമ്മളിത് നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫോൺ തൊടാൻ പാടില്ല. അതൊക്കെ നമ്മൾ കണിശമായ നിയമങ്ങളുണ്ടാകും. ഫോൺ എല്ലാവർക്കും ആവശ്യമാണല്ലോ. അതേമാതിരി നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യാണ്, സ്വാഭാവികമായും നമ്മളെടുത്തൊരു ഫോൺ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടു എന്ന് വരാം, ഒരു പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനോ ഒരു കാര്യങ്ങൾ. അതിലുപരി എന്താണെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും ബാക്കിയുള്ളവരോട് നമുക്ക് സംസാരിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാ ബന്ധങ്ങളും എന്താകും, ഇല്ലാതായി പോകും എന്നുള്ളതാണ്. സത്യത്തിൽ ഈ സഹോദരിയുടെ ചോദ്യം കൊണ്ട് പൊതുവേ നമ്മൾ ഫോണിൽ നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു ചോദ്യമായിട്ട് നമുക്കിതിനെ പരിഗണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫോൺ ഉപയോഗിക്കുന്ന അധികം ആളുകളും ഇത് ഞാൻ വളരെ ഒരു ആവശ്യമുള്ള സംഗതികൾക്ക് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നൊരു ന്യായത്തിലാണ് അവനവന് തോന്നുന്നത്. ഞാനെന്തോ വലിയൊരു കാര്യം ചെയ്യാണ്. കുട്ടികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വെറുതെ കളിയാണ്. എന്നാൽ ഞാനൊരു മുതിർന്ന ആൾ ഉപയോഗിക്കുമ്പോൾ വലിയ ആവശ്യമാണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ആവശ്യത്തിന് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് അധികമായി ഉപയോഗിക്കുന്നത് അഡിക്ഷൻ്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഫൈസിൽ തന്നെ ഷംജാസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതിലത് ഫോണിനെ നമ്മൾ ഉപയോഗിക്കല്ല, നമ്മളെ ഫോൺ ഉപയോഗിക്കുകയാണെന്നുള്ള അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഇപ്പോൾ നിങ്ങൾ ഫോൺ നോക്കിയിരിക്കുകയാണ്, അപ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങളുടെ ഫോണിൽ വാങ്ങും,
എന്താണ് ഇപ്പോൾ നിങ്ങൾ ഫോണിൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് ആൻസർ വേണം. ചില കറക്റ്റ് ആൻസർ വേണം. ഞാൻ എപ്പോഴും ഖുർആൻ്റെ ഒരു 3 ആയത്ത് പഠിക്കലുണ്ട്. അപ്പോൾ ഞാനത് പഠിക്കാൻ വേണ്ടി ഫോൺ എടുത്തതാണ്. മനസ്സിലായി. അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്തൊരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളെല്ലാ സംഗതികളും ഇതിലാണ് അപ്ഡേഷൻ വരിക. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പ് ഒന്ന് ജസ്റ്റ് നോക്കിയതാണ്. ഇങ്ങനെ ഫോൺ നോക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും? അതായത് ഫോണ് നമ്മൾ ഓണാക്കുന്ന സമയത്ത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു കാര്യത്തിന് ഫോൺ ഉപയോഗിക്കുന്നു എന്ന് പറയാൻ പറ്റൂ. അതല്ലാതെ നമ്മൾ ഫോൺ ഓണാക്കുന്നു, ചിലപ്പോൾ ഫോൺ വിളിക്കാൻ വേണ്ടി ഫോൺ ഓണാക്കിയ ഒരാളെന്തായിരിക്കും വാട്സപ്പിലേക്കായിരിക്കും കയറുന്നുണ്ടായിരിക്കുക. ഫോൺ വിളിക്കുന്ന കാര്യമായിട്ട് മാറുന്നുണ്ടായിരിക്കും. ഈ രൂപത്തിലാണ് നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം. ഇത് യഥാർത്ഥ തെറ്റാണ്. പിന്നെ എപ്പോൾ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിച്ചുകൂടാ എന്നതിന് എന്തായിരുന്നാലും നമുക്ക് ചില സമയം വേണം. ഇപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കണം, നിങ്ങൾ ഫോൺ ഉപയോഗിക്കാത്ത സമയം ഏതാണ്? അപ്പോൾ നിങ്ങൾ പറയാണ്, ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയാൽ പിന്നെ ഞാൻ ഫോൺ നോക്കില്ല, രാത്രി വൈഫിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഫോൺ നോക്കലില്ല. അങ്ങനെ ഒരു മറുപടി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഫോൺ നിയന്ത്രിതമായി ഉപയോഗിക്കുന്നൊരു വ്യക്തിയല്ല എന്നുള്ളതാണ്. ഫോൺ എടുക്കുമ്പോൾ എന്തിനെടുക്കുന്നു തീരുമാനമില്ല. ഫോൺ നിങ്ങൾ ഉപയോഗിക്കാത്തൊരു സമയമില്ല. ഫോൺ എപ്പോൾ ഉപയോഗിക്കണം എന്നതിന് നിങ്ങൾക്ക് നിശ്ചയമില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ഫോൺ അഡിക്റ്റായിട്ട് നിങ്ങൾ ഫോണിൽ ജീവിക്കുന്നു, അശ്രദ്ധമായൊരു ജീവിതം എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഓരോരുത്തരും അവരെത്ര സമയം ഫോണിൽ ചിലവഴിക്കുന്നു എന്നുള്ളത് പരിശോധിച്ച് അതിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ തീർച്ചയായും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു ഹസ്ബൻഡിനെ കുറിച്ച്, ഡോക്ടറായ ഒരു ഹസ്ബൻഡിനെ കുറിച്ചുള്ള ചോദ്യമാണ്. എൻ്റെ ഹസ്ബൻഡ് നല്ല ബിസിയായ ഒരു ഡോക്ടറാണ്. രാവിലെ 8 മണിക്ക് അദ്ദേഹം വീട്ടിൽ നിന്ന് പോകും, 11 മണിയാകും തിരിച്ചു വരാൻ. അദ്ദേഹത്തിന് കുട്ടികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ ഫോണിൽ അദ്ദേഹം എൻഗേജ് ചെയ്യാണ്. എന്താണ് ഒരു പരിഹാരമുള്ളത്? ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഡോക്ടർമാർക്ക് നമ്മൾ പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാം. കാരണം ഒരു ഡോക്ടർക്ക് ഒരു ദിവസം കൺസൾട്ട് ചെയ്യാനുള്ള പേഷ്യൻസിനൊരു ലിമിറ്റുണ്ട്. ഒരു 10-300 പേഷ്യൻസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസം ഒരാൾക്ക് നീതിപൂർവകമായി പരിശോധിക്കാൻ പറ്റില്ല. അപ്പോൾ സത്യത്തിൽ ഇവരൊക്കെ ചെയ്യേണ്ട എന്താ വെച്ചാൽ, അവിടെ പേഷ്യൻസിനൊരു ലിമിറ്റ് വേണം. നല്ല സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ 10 പേഷ്യൻറ്റിനെ നോക്കുള്ളൂ, അല്ലെങ്കിൽ 20 പേഷ്യൻറ്റിനെ നോക്കുള്ളൂ. അതേ അയാൾക്ക് നീതിപൂർവ്വം നോക്കാൻ പറ്റുള്ളൂ. എന്ത് ജോലിക്കൂല്ലേ നമുക്കങ്ങനെ ഒരു ജോലി നമ്മുടെ പരിമിതമല്ലാത്ത സമയം. ഇപ്പോൾ ഒരു ക്ലാസ് കേൾക്കുന്നൊരു കുട്ടിക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും? അതെ. എന്നാൽ ഓനോട് നമുക്ക് 4 മണിക്കൂർ പ്രസംഗിക്കാം, പക്ഷെ ബാക്കി 3.25 മണിക്കൂറും വേസ്റ്റായിരിക്കും. 40 മിനിറ്റാണ് അവൻ്റെ ഒരു ഏകാഗ്രത കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന ജോലി എന്ത് ചെയ്യണം? പെർഫെക്റ്റ് ആവുക എന്നുള്ളത് ജോലിയോടുള്ള നീതിയാണ്. അതിന് സമയം ക്രമീകരിക്കാം. അതോടൊപ്പം അയാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ വൈഫിനേറ്റ് കുടുംബത്തോടൊക്കെ നമ്മൾ ഇടപഴകുന്നത് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. മനസ്സിലേ? നമ്മളിപ്പോൾ ഒരു ജീവനക്കാരൻ 10 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി ജോലി നിർത്തുമ്പോൾ, ഇനിയിപ്പോൾ ആ അരമണിക്കൂർ ജോലി നിർത്തിപ്പോയല്ലോ, നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്ന് അരമണിക്കൂർ പോയി എന്നല്ല. അയാൾ ചായ കുടിച്ചു വന്നാൽ അയാൾ എന്ത് ചെയ്യും? ഇതുവരെ തുടർന്ന ആവേശത്തോടു കൂടെ ഇനിയും ജോലി ചെയ്യും. ചായ കുടിച്ചില്ലെങ്കിലോ ഇവിടെ നിന്നിട്ടുള്ള ജോലി മൊത്തം പ്രശ്നമായിരിക്കും. ഇതേപോലെ നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ, നമ്മൾക്കൊരു മോട്ടിവേഷൻ ലഭിക്കാൻ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തോടെ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഫാമിലിക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം. അത് ഫാമിലിയിൽ നിന്നാണ് കിട്ടുക. സത്യം പറഞ്ഞാൽ 2 കാര്യമാണ് മനുഷ്യൻ്റെ പകലിലെ എല്ലാ ക്ഷീണങ്ങളെയും മാറ്റുന്നത്. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും 2 കാര്യങ്ങളെ കൊണ്ട് ഒന്ന് രാത്രി അങ്ങനെ ഉറക്കം, അത് മനുഷ്യന് സെക്കൻഡാണ്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ എന്തു ചെയ്യും? പകലത്തെ മുഴുവൻ ക്ഷീണം കഴിഞ്ഞു, അടുത്ത ദിവസം നമ്മൾ ഫ്രഷായിട്ട് എണീക്കുക. നമ്മൾ രാത്രി ഉറങ്ങിയില്ലെങ്കിലോ അന്ന് ആ ദിവസത്തെ മുഴുവൻ ക്ഷീണം അവിടെ ബാക്കിയേക്കാം. അപ്പോൾ നാളെ ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഉറങ്ങണം. ഇന്ന് ഉറങ്ങണം. അല്ലെങ്കിൽ ഇന്നലത്തെ വിശ്രമം പെൻഡിങ് ആയിട്ടാണ് പിറ്റേന്ന് വരിക, നമുക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. അതേപോലുള്ള ഒന്നാണെന്ത്? ലിതസ്കുനു ഇലൈഹ. ഒരു ദിവസം നമ്മൾക്ക് വന്ന ടെൻഷൻ, മാനസികമായ സ്ട്രെസ്സ്, ഇത് മുഴുവനും എന്ത് ചെയ്യണം? നമ്മൾ വൈഫിനോട് പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ വൈഫ് പറയുമ്പോൾ സാരമില്ല, അതങ്ങനെ തന്നെയാണ്,
ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഒക്കെ കേട്ട് നമ്മൾ എന്ത് ചെയ്യും, സമാധാനമായിട്ട് ഉറങ്ങും. അന്നത്തെ മുഴുവൻ പെൻഡിങ്ങും തീർന്നു. ഇത് രണ്ടിനും അവസരമില്ലാത്തൊരു വ്യക്തി ഒരു ഭ്രാന്തനാകും. 10 ദിവസം ഉറങ്ങാതിരുന്ന എന്താ സംഭവിക്കുക? ഒരു ഫാമിലി സപ്പോർട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത്രമാത്രം ടെൻഷനായിരിക്കും. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കണം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു വേസ്റ്റാണ്, ഞാൻ ഭയങ്കര സീരിയസ് ആയ ആളാണ്, എനിക്ക് ടൈമിന് അങ്ങനെ എൻ്റെ ടൈം ഭയങ്കര പ്രഷ്യസാണ്, എനിക്കങ്ങനെ ഒഴിവാക്കാമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടൈം ഈ കൺസൾട്ടേഷനും അതിനുശേഷം പിന്നെ ഫോണും ഒക്കെ ആയി ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് ലൈഫാണ്? എന്ത് ലൈഫാണ്? ഇനി അതൊക്കെ പോകട്ടെ, ഞാൻ മിനിമം പറയാം. നമ്മളിത് പണമുണ്ട്, മനസ്സിലായില്ലേ? ആ പണം നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കത് ഉപകാരപ്പെടുന്നുള്ളൂ. നമ്മളിതിങ്ങനെ കൂട്ടി വെച്ചിട്ടും സ്വർണ്ണം വാങ്ങിയിട്ട് കാര്യമുണ്ടോ? അപ്പം നമ്മളെങ്ങനെ അത് എൻജോയ് ചെയ്യുക? അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? ഒരു കാറ് വാങ്ങി നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് പോകണ്ടേ? ഏറ്റവും സന്തോഷകരമായ യാത്ര ഏതാ? ഭാര്യയും കുട്ടികളും കൂട്ടി. അതിന് സമയം വേണ്ടേ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പണം നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? നല്ല റിലാക്സ് ചെയ്ത് നമുക്ക് നന്നായി ഒന്ന് ഉറങ്ങണ്ടേ? അതിന് ടൈം വേണ്ടേ? നമുക്ക് വൈഫിനും കുട്ടികളുടെ പുറത്ത്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന പണം അനുഭവിക്കാനുമുള്ളൊരു ടൈം നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി കാണണം. ഇന്നെനിക്ക് 10,000 റുപ്യ വരുമാനമുണ്ടെങ്കിൽ ഞാനൊരു 10 മിനിറ്റെങ്കിലും ഈ 10,000-ന് കുറഞ്ഞൊരു പൈസ എടുത്ത് വെച്ച് അനുഭവിക്കാനും സമയം കാണണ്ടേ? അല്ലെങ്കിൽ എന്ത് വിഡ്ഢിത്തമാണ് നമ്മൾ ചെയ്യണം? അപ്പോൾ പല പല കാരണങ്ങളെ കൊണ്ട് പറയുകയാണെങ്കിൽ ഫുൾ ടൈം ജോലി, ഫുൾ ടൈം ബിസി എന്നുള്ളത് മഹാവിഡ്ഢിത്തമാണ്. അയാൾക്ക് ആ ജോലിയും പെർഫെക്റ്റായി ചെയ്യാൻ പറ്റില്ല, അയാൾക്കതിലൊരു സന്തോഷവും അയാൾക്ക് ലഭിക്കില്ല. നമ്മൾ എന്ത് ജോലി കഴിഞ്ഞാലും വീട്ടിലേക്കെത്താം, ഭാര്യയിലേക്കെത്താം, മക്കളിലേക്കെത്താം എന്ന പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാമിന് പോയി, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, പിന്നെന്താ നിങ്ങൾ ചെയ്യുക? നിങ്ങൾ ധൃതിപ്പെട്ട് വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് മടങ്ങാനൊരു സ്ഥലമുണ്ട്, മനസ്സിലായി? അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നമുക്ക് ലക്ഷ്യം ഉണ്ടാവില്ല. അപ്പോൾ ഫാമിലി സെൻറ്റേഡായിട്ട് കേന്ദ്രീകൃതമായിക്കൊണ്ട് ഫാമിലിയോട് അറ്റാച്ച് ചെയ്ത് പോവാതെ നമ്മുടെ ജോലിയോ നമ്മുടെ ബിസിനസ്സോ ഒന്നും സക്സസ് ആയി റിലാക്സ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത്തരമൊരു പ്ലാൻ ഇല്ലാതെ ജോലി മാത്രം ചെയ്ത് അതൊക്കെ അക്കൗണ്ടിൽ കയറ്റിയിടുന്ന ആളുകളാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് നമ്മൾ അവയർനെസ് കൊടുക്കുക എന്നല്ലാതെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഡോക്ടർ ചിന്തിക്കുകയാണ്, ഒരാളെ കൺസൾട്ട് ചെയ്താൽ 250 റുപ്യാണ്. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിൽ ഞാൻ എന്ത് ചെയ്യാണ്? പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോരുമ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ പോയിരുന്നാൽ എനിക്കൊരു 10 പേഷ്യൻ്റ് ഉണ്ടാവും. 10 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? ഒരു 2,000 റുപ്യ കിട്ടും എന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യണം? ടൈം കണ്ടിട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇതും വല്ലാതെ മുന്നോട്ട് പോകില്ല. ഇതിലിപ്പോൾ ഈ ഒരു ഉത്തരം തീർച്ചയായും സഹോദരൻ കേട്ടാൽ അത് ചിന്തിക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഉത്തരം പരിഹാരമായിരിക്കും. ഈ ഒരു ഭാര്യ എന്നുള്ള നിലക്ക് അവരെന്തെങ്കിലും പ്രത്യേകമായി ഈ വിഷയത്തിൽ പരിഹാരം ചെയ്യാൻ ഉള്ള വീട്ടിലേക്ക് ഭാര്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മളെ പറ്റി ആളുകൾ പറയും നിങ്ങൾ സ്ത്രീപക്ഷമാണെന്ന് പറയും. അപ്പോൾ ഈ സ്ത്രീപക്ഷമാവേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനത് പറഞ്ഞത്, അതായത് ഈ സ്ത്രീ എന്ത് ചെയ്യും? നിസ്സഹായാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൽ ജീവനക്കാരനാണ്, ആ സ്ഥാപനത്തിൽ ഒരു MD ഉണ്ട്, അതിനൊരു ഓണറുണ്ട്, മനസ്സിലായി? ആ സ്ഥാപനം സക്സസ് ആയി കൊണ്ടടക്കാനുള്ള ഒട്ടനവധി ഒപ്പീനിയനുകൾ നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു മനുഷ്യനും പറഞ്ഞത് ഒന്നും സ്വീകരിക്കാതെ ഈ സ്ഥാപനം നശിപ്പിക്കുന്നൊരു നിലപാടാണ് ഓണർ സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകനോട് എന്താ ഇയാളെ കഥ എന്ന് പറഞ്ഞ് കുത്തിരിക്കുക എന്നല്ലാതെ പറഞ്ഞിട്ട് പറ്റും. ഇതേ അവസ്ഥയാണ് ഫാമിലി ഫെയിലിയറിൽ സ്ത്രീകൾക്കുള്ളത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇയാളത് പരമാധികാരിയാണ്, ഒരു കുടുംബത്തിൻ്റെ നാഥനാണ്. അപ്പോൾ അയാളിത് മനസ്സിലാക്കാതിരുന്നാൽ ഒരു സ്ത്രീ നിസ്സഹായമാണ്. ഓക്ക് ചെയ്യാൻ പറ്റിയ എന്താ? എനിക്കിവിടെ ലൈഫ് കിട്ടണില്ല, എന്നാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതിപ്പോൾ എത്ര സഹോദരിമാർക്ക് പറയാൻ പറ്റും? മക്കളുള്ളവർക്ക് പറയാൻ പറ്റും? അവർ നിസ്സഹായരാണ്. ഇനിയിപ്പോൾ അവർ ഇവരോട് യാചിച്ചൊരു ജീവിതത്തിന് വേണ്ടി പിന്നേറെ നടന്നാലോ ഇവരേറെ ഡിമാൻഡൊക്കെ ചെയ്യുക, ഏറെ എന്ത് ചെയ്യും? ബലം പിടിക്കും, ഒക്കെ നഷ്ടപ്പെട്ടു പോവുക ചെയ്യുക. എനിക്ക് ഇത്രയേ പറ്റുള്ളൂ അറിയും, നീ പോണെങ്കിൽ പോയിക്കോ അറിയും. അപ്പോൾ എന്താ വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പരാതികൾ പറയാനല്ലാതെ അത് പലപ്പോഴും
സ്വയം പരിഹരിക്കുക എന്നുള്ളത് സാധിക്കില്ല. എന്നാൽ ഒരു ഭർത്താവിന് അവൻ്റെ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാൾക്ക് പരിഹരിക്കാൻ കഴിയും. അയാൾ അവിടുത്തെ കുടുംബനാഥനാണ്. ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കി നടത്തില്ല. കവ്വാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പെണ്ണുങ്ങളെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് ആരാണ്? നേരെ കൊണ്ടുനടക്കുക എന്നാണ്. ഓരോ ശരിക്ക് കൊണ്ടുനടക്കേണ്ടത് പുരുഷൻ്റെ കടമയാണ്. അത് പുരുഷൻ നിർവഹിക്കുന്നില്ലെങ്കിൽ സ്ത്രീ നിസ്സഹായമാണ്. അതാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ നമ്മൾ വിഷമിക്കുന്ന കാര്യം. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടു കൂടെ കാര്യങ്ങൾ കൊണ്ട് നടക്കാത്തത് കൊണ്ടാണ് സ്ത്രീകൾ പരാതി പറയുന്നത്. നമ്മൾ ചോദിക്കും, നമ്മളിപ്പോൾ ഈ പറയണത് തെറ്റാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ആരാ ചോദിക്കണത്? സ്ത്രീകളാണ് ചോദിക്കണത്. അപ്പോൾ എന്താ പുരുഷന്മാർ ചോദിക്കാത്തത്? ഒരു കുടുംബ ഭാരങ്ങൾ പേറുന്ന, ഒരു കുടുംബത്തെ നന്നായി കൊണ്ടുനടക്കണം ആഗ്രഹിക്കുന്ന, കുടുംബത്തിന് എല്ലാ പ്രോബ്ലംസും അതിന് സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷൻ എന്താ ചോദ്യമല്ലേ? കാരണം അതവനെ ബാധിക്കണില്ല. ഈ കുടുംബത്തിൽ വന്നു ചേർന്ന പ്രശ്നങ്ങൾ അയാളെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. അയാൾ സ്വതന്ത്ര ഒരു വ്യക്തിയായി ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അയാൾ കിട്ടുന്ന ശമ്പളം അയാൾക്ക് ചിലവാക്കാം. ആ പൈസ ഭാര്യയ്ക്ക് കിട്ടണില്ലെങ്കിലോ വീട്ടിലെത്തണില്ലെങ്കിലോ നിസ്സഹായമായി നിൽക്കാൻ മാത്രമേ സ്ത്രീക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം സന്ദർഭങ്ങളിൽ പുരുഷന്മാർ ഉണർന്ന് പ്രവർത്തിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഭാര്യമാരെന്ത് ചെയ്യാം? ഇങ്ങനെയൊന്നും ആണെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സ്റ്റേണായ തീരുമാനങ്ങളിൽ നിൽക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ അടുത്ത ഒരു ചോദ്യം, അത് സമയം ചിലവഴിക്കാത്ത ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു ഡോക്ടറാണ്. തുടർ പഠനത്തിന് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് ഈ സ്റ്റഡീസിൻ്റെ ഇടയിൽ ഹസ്ബൻഡിൻ്റെ കാര്യവും മക്കളുടെ കാര്യങ്ങൾ, ഇങ്ങനെ അവരുടെ സ്കൂൾ പഠനം, അവരുടെ തർബിയത്ത്, ഇതൊക്കെ എനിക്ക് ഫുൾ പൊട്ടൻഷ്യലിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഇടക്ക് വരും. എന്താണൊരു വഴി? ഇസ്ലാമിക് മദർ എന്നുള്ള റെസ്പോൺസിബിലിറ്റി നല്ലവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് വഴി എന്നതാണ് ഒരു സഹോദരിയുടെ ചോദ്യം. നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ നമ്മളെപ്പോഴും പറയാം, ഒരു ശരിയാണെന്ന്. ഇപ്പോൾ ഒരു PG ക്കൊക്കെ പഠിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ജോലിഭാരങ്ങൾ അത്രയും കൂടുതലാണ്. പലപ്പോഴും നമ്മൾ തന്നെ പറയും, എൻ്റെ MBBS കഴിയട്ടെ എന്ന് പെൺകുട്ടികൾ കല്യാണത്തിന് വേണ്ടി പറയുമ്പോൾ MBBS കഴിഞ്ഞാൽ പിന്നെ നീ PG ക്കാണ് പോകുക. അപ്പോൾ ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമ്മൾ. അപ്പോൾ ഈ സഹോദരിക്ക് ഒരു മനസ്സുണ്ട് എന്നുള്ളത് തന്നെ ആ കുട്ടികളുടെ ഒരു ഭാഗ്യമാണ്. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ പറയാൻ വെച്ചാൽ ചില ഉമ്മമാർ ജോലിക്കും പഠനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ മക്കൾ എന്ത് ചെയ്യും? സിറ്റ് ഔട്ടിൽ വന്ന് സ്റ്റെപ്പുമ്മ ഇരിക്കും, താടി കൈ കൊടുത്തിട്ട്, ഉമ്മയുടെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട്. ചില കുട്ടികൾ എന്ത് ചെയ്യും? ഉമ്മ പോയാലും വേണ്ടില്ല, വന്നാലും വേണ്ടില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതിനർത്ഥം എന്താ? അവർക്ക് ഉമ്മയിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല, അവർക്ക് ഉമ്മയുമായി അങ്ങനത്തെ ഒരു ബന്ധമല്ല. ഇതാണ് ഇന്നൊരു വലിയ സംഘം കുട്ടികളുടെ അവസ്ഥ. ഇങ്ങനെ പഠിക്കുകയും ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ ഒരു മാതാവ് എന്ന നിലക്കുള്ള ഒരു പരിഗണന അത് ഉമ്മയിൽ നിന്ന് തന്നെ കിട്ടണം. മുല കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റൂ? ഒക്കെ പകരം ചെയ്യാമെന്ന് വിചാരിച്ചാൽ പാൽ കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റൂ? പ്രസവിച്ച ഉമ്മക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഉമ്മ ചെയ്യേണ്ടതിന് പകരമില്ല. കുട്ടിയെ ഉപേക്ഷിച്ച് ഉമ്മ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യാൻ വേറെ ആളുണ്ട്. പക്ഷെ ഉമ്മയുടെ ജോലി ചെയ്യാൻ വേറെ ആരുമില്ല. അപ്പോൾ ഇങ്ങനത്തെ സമയപരിമിതികളുള്ള ആളുകളോട് നമ്മൾ പറയാം, അവരതൊരു സൗകര്യമായി കാണാമെന്നാൽ മതി. ഏത്? എനിക്ക് ജോലിയുണ്ട്, കുട്ടികളെ നോക്കാൻ കഴിയില്ല, ഞാൻ പഠിക്കാൻ പോവുകയാണ്, എനിക്ക് സമയമില്ല. ഇത് ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള കാരണമായി കാണുക. മനസ്സിലായി? അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായും അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അവളെ വീട്ടിൻ്റെ അവിടെ ഒരു കോഴ്സിന്, എന്തിനാ ഈ കോഴ്സിന് അവിടെ ചേർന്ന്? അവൾക്ക് വീട്ടിൽ നിൽക്കാൻ, ഭർത്താവിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ, ഭർത്തൃ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു ന്യായമില്ല. നേരെ മറിച്ച് ഞാനൊരു ഒരു പഠനത്തിന് പോകേണ്ട നിർബന്ധിതാവസ്ഥ ഉണ്ട്, ഏതായാലും MBBS കഴിഞ്ഞു, ഒരു PG ഇല്ലാതെ ഈ ഫീൽഡിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ നിർബന്ധിതയാണ് എങ്കിൽ ഞാൻ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം ഒരു എൻഗേജ്മെൻറ്റിലാണ് ഉള്ളത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാം. കിട്ടുന്ന സമയം കുട്ടികളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ,
കുട്ടികളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ, കുട്ടികളെ പറ്റി എപ്പോഴും അന്വേഷിക്കാൻ, നമ്മൾ പുറത്താകുമ്പോഴും കുട്ടികളുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ, ഇങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു പ്രശ്നം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിന് മറ്റൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഈ ഉമ്മ വാപ്പ എന്നുള്ളതുണ്ടല്ലോ, അതിൽ വാപ്പയുടെ ചില കുറവുകൾ ഉമ്മ പരിഹരിക്കുകയും ഉമ്മയുടെ ചില കുറവുകൾ വാപ്പ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് ഒരു ഫാമിലി ബാലൻസ്ഡ് ആയി പോകാനുള്ള ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ നിങ്ങളുടെ വൈഫ് ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഒരു ഹൗസ് വൈഫിനെ ഡീൽ ചെയ്യുന്ന പോലെ ചെയ്താൽ പോരെ. അവരെന്ത് ചെയ്യണം, നിങ്ങളും എംപ്ലോയിയാണ്, അവരും എംപ്ലോയിയാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ളൊരു വർക്ക് അവരും ചെയ്യാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന പോലൊരു ഏണിങ് അവർ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സ്വാഭാവികമായി എന്ത് വേണം, അവർക്കൊരു സപ്പോർട്ട് വേണം. അപ്പോൾ ആ സപ്പോർട്ട് പലപ്പോഴും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. എൻ്റെ വൈഫ് ഒരു ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണെന്നുള്ള അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, കുട്ടികൾക്ക് ശരിക്ക് ഉമ്മയും വാപ്പയും എന്ത് ചെയ്യാണ്, ആ സാന്നിധ്യങ്ങളിൽ അവരെന്ത് ചെയ്യും, തൽക്കാലം കാര്യങ്ങൾ പരിഹരിച്ചു പോകും. ഇപ്പോൾ വാപ്പയില്ലാത്ത എത്രയോ കുട്ടികൾ, പ്രവാസികളുടെ ഭാര്യമാർ, വാപ്പയിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും വാപ്പല്ല എന്നുള്ളത് പരിഹരിക്കാൻ ഒരു പരിധിവരെ അവർക്ക് പറ്റും, ഉമ്മക്ക് പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ജോലിക്ക് പോകുന്ന ഭാര്യമാരെ, പഠിക്കാൻ പോകുന്ന ഭാര്യമാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഭർത്താക്കന്മാർ ഏറ്റവും നന്നായി സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ കുറേയൊക്കെ പരിഹരിക്കും. എന്നാൽ ഉമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഉമ്മ ചെയ്താലേ ശരിയാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാ, നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ സമാപിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ലൈവ് കൗൺസിലിങ്ങിൻ്റെ അടുത്ത എപ്പിസോഡ് ഇൻഷാ അല്ലാ അടുത്ത ചൊവ്വാഴ്ച 8:45 മുതൽ 9:30 വരെ. നിങ്ങളുടെ സംശയങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് അയക്കാം. അതിനുള്ള മറുപടികൾ ഇൻഷാ അല്ലാ ഓരോ ആഴ്ചയും ലഭിക്കും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.